എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, NET and JRF-ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ കലാചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ശില്പങ്ങളിൽ ഒന്നായ നടരാജ പ്രതിമയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നടരാജൻ എന്നത് ശിവന്റെ ആനന്ദതാണ്ഡവ രൂപമാണ്. ഈ രൂപത്തിൽ ശിവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും നിലനിൽപ്പും സംഹാരവും തന്റെ നൃത്തത്തിലൂടെ പ്രതിനിധീകരിക്കുന്നു. പ്രത്യേകിച്ച് ചോള ഭരണകാലത്ത് വെങ്കലത്തിൽ നിർമ്മിച്ച നടരാജ പ്രതിമകൾ ലോകപ്രശസ്തമാണ്. ഇന്ത്യൻ ശില്പകലയുടെ ഉന്നത നേട്ടമായാണ് ഇവ കണക്കാക്കപ്പെടുന്നത്. ഇനി പ്രതിമയുടെ ഓരോ ഭാഗത്തിന്റെയും അർത്ഥം നോക്കാം. ശിവന്റെ മുകളിലെ വലത് കൈയിൽ ഡമരു കാണാം. ഡമരു സൃഷ്ടിയുടെ പ്രതീകമാണ്. പ്രപഞ്ചത്തിന്റെ ആദ്യ ശബ്ദവും ജീവന്റെ തുടക്കവും ഇതിലൂടെ സൂചിപ്പിക്കുന്നു. മുകളിലെ ഇടത് കൈയിൽ അഗ്നിയുണ്ട്. അഗ്നി സംഹാരത്തിന്റെ പ്രതീകമാണ്. പഴയതിനെ നശിപ്പിച്ചാണ് പുതിയ സൃഷ്ടിക്ക് വഴിയൊരുക്കുന്നത് എന്ന സന്ദേശമാണ് ഇതിലുള്ളത്. താഴത്തെ വലത് കൈ അഭയമുദ്രയിലാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സംരക്ഷിക്കും എന്ന സന്ദേശമാണ് ഈ മുദ്ര നൽകുന്നത്. താഴത്തെ ഇടത് കൈ ഉയർത്തിയിരിക്കുന്ന ഇടത് കാലിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഉയർത്തിയിരിക്കുന്ന കാൽ മോക്ഷത്തെയും ആത്മീയ വിമോചനത്തെയും പ്രതിനിധീകരിക്കുന്നു. ശിവന്റെ വലത് കാൽ അപസ്മാരൻ എന്ന കുള്ളന്റെ മേലാണ്. അപസ്മാരൻ അജ്ഞാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമാണ്. അജ്ഞാനത്തെ കീഴടക്കിയാൽ മാത്രമേ യഥാർത്ഥ ജ്ഞാനം ലഭിക്കൂ എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ശിവനെ ചുറ്റിപ്പറ്റിയുള്ള അഗ്നിവളയം പ്രപഞ്ചത്തെയും സമയചക്രത്തെയും സൂചിപ്പിക്കുന്നു. സൃഷ്ടിയും സംഹാരവും നിരന്തരം നടക്കുന്ന പ്രപഞ്ചചക്രത്തിന്റെ പ്രതീകമാണിത്. ശിവന്റെ പാറിപ്പറക്കുന്ന ജടകൾ ഊർജവും ചലനവും പ്രകടമാക്കുന്നു. ജടയിൽ ഗംഗയും ചന്ദ്രനും പാമ്പും അലങ്കാരമായി കാണാം. ഇവ ശിവന്റെ ദൈവിക ശക്തിയെ സൂചിപ്പിക്കുന്നു. നടരാജ പ്രതിമ ശിവന്റെ പഞ്ചകൃത്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 1. സൃഷ്ടി. 2. സ്ഥിതി. 3. സംഹാരം. 4. തിരോഭാവം അഥവാ മായയിലൂടെ മറച്ചുവെക്കൽ. 5. അനുഗ്രഹം അഥവാ മോക്ഷത്തിലേക്കുള്ള ദൈവിക കൃപ. ഈ 5 പ്രവർത്തനങ്ങളാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളായി ശൈവദർശനം വിശദീകരിക്കുന്നത്. പരീക്ഷാ പ്രാധാന്യം. നടരാജ പ്രതിമ ചോളരുടെ വെങ്കല ശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇന്ത്യൻ കല, സംസ്കാരം, മതം, തത്വചിന്ത എന്നിവയുടെ പ്രതീകമായ ഈ ശില്പം UGC, നെറ്റ്, സെറ്റ്, PSC ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ പതിവായി ചോദിക്കപ്പെടുന്ന വിഷയമാണ്. ഓർമ്മിക്കാൻ ഒരു ചെറിയ ടിപ്പ്. ഡമരു സൃഷ്ടി, അഗ്നി സംഹാരം, അഭയമുദ്ര സംരക്ഷണം, ഉയർത്തിയ കാൽ മോക്ഷം, അപസ്മാരൻ അജ്ഞാനം. ഈ 5 കാര്യങ്ങൾ ഓർമ്മിച്ചാൽ നടരാജ പ്രതിമയെക്കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പഠനസഹായ ക്ലാസുകൾ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണും ഓൺ ചെയ്യാൻ മറക്കരുത്. പഠിക്കൂ, വിജയിക്കൂ, ചരിത്രം കീഴടക്കൂ. ഇത് PSC Challenger Pro, NET and JRF. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.